Hi everyone. Today we are going to discuss one of the most important topics from plot number 1 of MEG 4. So today we will discuss Ferdinand de Saussure's the concept of linguistic sign. So first of all, let me introduce the theorist of the Ferdinand de Saussure. Saussure was a Swiss linguist who is known as the father of modern linguistics. He introduced new ideas about how language works and laid the foundation for structuralism in the 20th century. Here you have to remember two things. The first one, he is considered as the father of modern linguistics. Remember, he is the father of modern linguistics. The second one, he is the one who takes the initiative for the structuralism, for the development or the formation of structuralism in the 20th century. ഈ ഒരു രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചുള്ള ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നത് ഫാദർ ഓഫ് മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് സ്ട്രക്ചറലിസത്തിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുള്ളത്. His most famous work, Course in General Linguistics, was published after his death based on his students' lecture note. Another thing you have to remember is that his work, Course in General Linguistics, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും it was published after his death. അതുപോലെ തന്നെ it was a book that was based on his students' lecture notes. അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ ലെക്ചർ നോട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കമ്പൈൽ ചെയ്തിട്ടുള്ള വർക്കാണ് കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സ്. In this work, Saussure introduced the concept of linguistic sign, which is made up of signifier and the signified. Here you have to remember another thing is that his concept of linguistic sign. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഴ്സ് ഇൻ ജനറൽ ലിംഗ്വിസ്റ്റിക്സിലാണ്. അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡ് ഡെ സഷോർ, linguistic sign is a combination of signifier and signified. അപ്പം ശ്രദ്ധിക്കുക, ഒരു സൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ആണ്, കോമ്പിനേഷൻ ഓഫ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണ്, കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Ferdinand de Saussure, a Swiss linguist, introduced the idea of linguistic sign in his work on structural linguistics. According to him, linguistic sign has a two-part, signifier and signified. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ് അല്ലെ. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിന് എടുക്കുകയാണ് അല്ലെ, നമ്മളൊരു ട്രീ എടുക്കുകയാണ് അല്ലെ. ഈ ഒരു ട്രീ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അല്ലെ. ട്രീ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും അല്ലെ. ട്രീ എന്ന് പറയുന്ന ഒരു സൗണ്ട് ഉണ്ട്. അതേ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫബറ്റ് ഉണ്ട്, വേർഡ്സ് ഉണ്ട് അല്ലെ. ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ടിനെയാണ്, അതുപോലെ തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന വേർഡ് ആൽഫബറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സിഗ്നിഫയർ എന്ന് പറയുന്നത് അല്ലെ. എന്നാൽ സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ഈ ട്രീ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു ഇമേജ്, ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ഐഡിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സാധാരണ ഈ പറയുന്ന സിഗ്നിഫൈഡ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കാം, നമ്മൾ പിന്നെ ലയൺ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ. ലയൺ എന്ന് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ആ ഒരു സൗണ്ട്, ലയൺ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കാം. അതുപോലെ തന്നെ അതിനെ നമുക്ക് ലെറ്റേഴ്സിൽ, ആൽഫബറ്റിൽ നമുക്ക് എഴുതാൻ സാധിക്കും. ഇങ്ങനെ ഈ ഒരു സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നിഫയർ എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു ആൽഫബറ്റിനെ, വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പറയുന്ന സിഗ്നിഫയർ എന്ന് പറയുന്നത്. ഈ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആൽഫബറ്റ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ലയൺ എന്ന് പറയുന്ന സമയത്ത് പവർഫുൾ ആണ്, കിങ് ആണ് അല്ലെ, കറേജിയസ് ആണ്, ഇങ്ങനെ കുറെ ഇമേജ് നിങ്ങളുടെ മൈൻഡിലേക്ക്, കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അല്ലെ. അങ്ങനെ അത് സിഗ്നിഫൈ ചെയ്യുന്ന സിഗ്നിഫയർ നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, സൗണ്ട് കേൾക്കുന്ന സമയത്ത്, ആൽഫബറ്റ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ്, ഐഡിയയാണ് എന്ത് പറയുന്നത്, സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഹിയർ അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡ് ഡി സഷുർ, a sign is a combination of signifier and signified. Signifier means എന്തൊക്കെയാണ്, സൗണ്ട് ഓർ ദി ആൽഫബറ്റ് അല്ലെ. ആൽഫബറ്റിനെയാണ്, സൗണ്ടിനെയാണ് നമ്മൾ സാധാരണ സിഗ്നിഫയർ എന്ന് പറയുന്നത്. എന്നാൽ അത് റെപ്രസെന്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനെ, ഐഡിയാസിനെയാണ് സിഗ്നിഫൈഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് ട്രീ എന്ന് പറയുന്നത് അല്ലെ. ഇതിന് സിഗ്നിഫയറും ഉണ്ട്, അതുപോലെ തന്നെ സിഗ്നിഫൈഡും ഉണ്ട്.
അല്ലെ. അപ്പം ഈ സിഗ്നിഫയർ എന്ന് പറയുന്നത് വേർഡ്സ് ആണ്, ആൽഫബറ്റ് ആണ്, സൗണ്ട് ആണ് അല്ലെ. അത് സിഗ്നിഫയർ അല്ലെങ്കിൽ ആ ഒരു വേർഡ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന സമയത്ത്, വേർഡ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു മെന്റൽ കോൺസെപ്റ്റ്, ഐഡിയയാണ് നമ്മൾ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. Ferdinand de Saussure emphasized that the connection between the signifier and signified is arbitrary. അത് പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വേർഡിനെ, there is no direct connection between signifier and signified. കുറച്ചും കൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരാം. There is no direct connection between the word and its meaning. അല്ലെ. ഫോർ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, ബോയ്. ബോയ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ, ആ വേർഡ് നമുക്ക് കാണാൻ സാധിക്കും. ബോയ് എന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ബോയ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോയുടെ ഇമേജും ഫിസിക്കൽ അപ്പിയറൻസും ഒക്കെ നമുക്ക് മനസ്സിലാവാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ നമ്മുടെ ട്രഡീഷൻ, നമ്മുടെ കൺവെൻഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ ഫോർ ഫാദേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാദേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഒരിക്കലും ഇങ്ങനെ പഠിക്കാത്ത ഒരാൾക്ക് ഈ ഒരു ബോയ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുന്ന സമയത്ത് ഒരിക്കലും ആ ബോയ് കൊണ്ട് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പം അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത്, there is no such a direct connection between the signifier or signified അല്ലെ. അതുപോലെ തന്നെ there is no direct connection between word and its meaning അല്ലെ. ഇത് തീരുമാനിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് സോഷ്യൽ കൺവെൻഷൻ. ഇത് നമ്മുടെ സൊസൈറ്റി ആണ്, നമ്മുടെ ട്രഡീഷൻ ആണ് മീനിങ് തീരുമാനിക്കുന്നത്. അപ്പം ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന് മീനിങ് കൊടുക്കുന്നത് ആരാണ്? സൊസൈറ്റി ആണ്, ഹ്യൂമൻ മൈൻഡ് ആണ് അല്ലെ. ഒരിക്കലും ആ ഒരു വേർഡും വേർഡ് മീനിങ്ങും ഒരിക്കലും എന്തില്ല, there is no direct connection അല്ലെ. അതാണ് ആർബിട്രറി എന്ന് പറയാനുള്ള കാരണം. നോട്ട് ചെയ്ത് വെച്ചോളൂ, there is no natural logical relationship between the word and its meaning. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളുക. Okay, it is a matter of social convention. He also noted that the meaning in language arises from the differences between the signs, not from any inherent meaning in the words themselves. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. എക്സാമ്പിൾ ഒന്നും കൂടെ പറയാം. സൈൻ ദ വേർഡ് ട്രീ എന്ന് പറയുന്നത് അത് റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫബറ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ അത് റെപ്രസെന്റ് ചെയ്യുന്ന സൗണ്ട് ഉണ്ട്. അപ്പം ആ ഒരു സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫയർ എന്ന് പറയുന്നത്. സിഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ്, ആ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു സൗണ്ടോ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റിനെ, ഐഡിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.